സ്വപ്നാസ് ഫാഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. അതിന് മുമ്പായി ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണം. നമുക്കിതിനാവശ്യമായ അക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിയുള്ള ഗോൾഡൻ മെറ്റൽ ബോ, പിന്നെ സ്റ്റോൺ ചെയിൻ വേണം. സ്റ്റോൺ ചെയിൻ 2 ലെയറുള്ള സ്റ്റോൺ. ഒരു ലെയറിന് 20 രൂപയാണ്. അത് 1.25 മീറ്ററോളം ഉണ്ടാവും അതിൻ്റെ നീളം. ഇത് 2 ലെയറാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് എത്ര ബോയിൽ ചേർക്കാൻ ആവശ്യമുണ്ടോ അത്രയും നീളത്തിൽ കട്ട് ചെയ്യുക. അതിന് മുമ്പായി നമ്മൾ ഒരു ടേപ്പ് എടുത്ത് അളന്ന് നോക്കുക. ബോയെ താഴേന്ന് സ്റ്റോൺ വെക്കണ്ട, മുടിയിലൊക്കെ കുരുങ്ങും കുട്ടികളുടെ. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3.5 ഇഞ്ച് അകത്തിയാണ്. അവിടെ ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ ശേഷം അതിൻ്റെ എതിർവശത്തും ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ 3.5 ഇഞ്ച് എടുത്ത് അതും മാർക്ക് ചെയ്യുന്നു ചോക്ക് വെച്ച്. യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം അത് എത്ര നീളമുണ്ടെന്ന് സ്റ്റോൺ ചെയിൻ വെച്ച് നോക്കി ആവശ്യമുള്ളത്ര സ്റ്റോൺ ചെയിൻ മുറിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒട്ടിച്ചിട്ട് മുറിച്ചാലും മതി. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുറിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതാകുമ്പം വലിയ നീളത്തിലിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും ഒട്ടിക്കുന്ന സമയത്ത്. അത് കറക്റ്റായിട്ടുള്ള അളവിന് 2 സൈഡും ഈക്വലുള്ള അകലമായിരിക്കണം. നമ്മളെപ്പോഴും ഗ്ലൂ ഗൺ വെച്ച് വേണം ഇത് ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഇളകിപ്പോരും. ഗ്ലൂ ഗണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒട്ടിച്ച് കഴിഞ്ഞ് അഥവാ ഇളകിയാലും ഒന്ന് ചൂടാക്കിയാൽ അതുപോലെ തന്നെ ഉരുകി വരിക, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഒട്ടിക്കുകയും ചെയ്യാൻ പറ്റും. നമ്മൾ അതിലേക്ക് ഗ്ലൂ ഗൺ ചേർക്കുകയാണ്. പശ കുറേശ്ശെയാണ് ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും അത് ഒട്ടിക്കുക, വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും ഒട്ടിക്കുക. ഈ ബോയുടെ വിലയെന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. പിന്നെ ഓൺലൈനൊക്കെ അയച്ചിരുന്നതിന് പോസ്റ്റൽ ചാർജും എല്ലാം കൂടെ വരുമ്പോൾ ഒരു 15 രൂപയോളം മൊത്തമാകും ബോയ്ക്ക് തന്നെ. പിന്നെ സ്റ്റോൺ ചെയിന് മീറ്ററിന് 20 രൂപയെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഒരു ലെയറിന്. 2 ലെയറിന് അപ്പം 40. മുഴുവൻ വേണ്ട, കുറച്ച് ഭാഗം മാത്രം മതി. അപ്പം അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. നല്ല ഭംഗിയായിട്ട് പ്രസ് ചെയ്ത് ഒട്ടി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു ക്ഷമയോടെ ചെയ്യണമെന്നേ ഉള്ളൂ. കൈ പൊള്ളാതെ സൂക്ഷിക്കുക. വീണ്ടും പശ ഒട്ടിക്കുന്നു. സ്റ്റോൺ വീണ്ടും ഒട്ടിച്ചേർക്കുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടിക്കണം, അല്ല എങ്കിൽ ഗമ്മ് പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കല്ല് പോലെ മുഴച്ചിരിക്കും. ചിലയിടത്തൊക്കെ ഡ്രോപ്പ് വീഴുന്നത് കൂടുതലായിരിക്കും. ബോയ്ക്ക് ആവശ്യമുള്ളവർ ഞാനൊരു വാട്സാപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അധികം സ്റ്റോക്കില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വേണ്ടിയവർക്ക് നൽകുവാൻ പാകത്തിന്.
അങ്ങനെ നമ്മൾ നല്ലൊരു ബോ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉണങ്ങും, നമുക്കത് ഉപയോഗിക്കാം. എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ്. കഴിയുമ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.